പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 നൊട്ടേഷൻ, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഓഫ് നമ്പേഴ്സ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. Okay, we have been writing numbers in a particular way, say 456, instead of writing them as 4 into 100 plus 5 into 10 plus 6 into 1. ഇപ്പോൾ നമ്മൾ 4 ഇൻറ്റു 100 പ്ലസ് 5 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു 1 ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സിനെ എഴുതുന്നത്? 456 ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ എഴുതുന്നത് അല്ലേ. നമ്മൾ ഇതേപോലെ നീട്ടി നമ്മൾ എഴുതാറില്ല. ഇവിടെ നമ്മൾ 100ഉം 10ഉം 1ഉം ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് 456 എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. സിമിലർലി ക്യാൻ വി സ്കിപ്പ് റൈറ്റിംഗ് ടെൻസ് ആൻഡ് ഹൺഡ്രഡ്സ്. അതേപോലെ നമുക്ക് ടെൻസും ഹൺഡ്രഡ്സും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്യാൻ ദ ക്വാണ്ടിറ്റി ഫോർ 2 tens ബി റിട്ടൺ ആസ് 42? സ്കിപ്പിംഗ് 110 ഇൻ 2 ഇൻറ്റു 1/2. അതായത് 4 2 tens എന്ന് വെച്ചാൽ എന്താ? 4 2 tens എന്ന് വെച്ചാൽ 4 യൂണിറ്റ്സും 1/10ൻ്റെ 2 പാർട്ടുകളുമാണ് 4 2 tens എന്ന് പറയുന്നത്. ഈ 2 1/10ലെ 1/10നെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്പറിനെ 42 എന്ന് എഴുതാനായിട്ട് കഴിയുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇഫ് യെസ്, അങ്ങനെയാണെങ്കിൽ ഹൗ വുഡ് വി നോ ഈ 42 മീൻസ് 4 tens ആൻഡ് 4 യൂണിറ്റ്സ് ഓർ ഇറ്റ് മീൻസ് 4 യൂണിറ്റ്സ് ആൻഡ് 2 tens? അങ്ങനെയാണെങ്കിൽ ഈ 42 എന്ന് പറയുന്നത് 4 tensഉം 2 യൂണിറ്റ്സുമാണോ അതോ 4 യൂണിറ്റ്സും 2 tensഉമാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് കഴിയും? അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 4 2 tens എന്ന് വെച്ചാൽ എന്താണ് എന്നിപ്പോൾ ഞാൻ പറഞ്ഞു. 4 യൂണിറ്റ്സും 1/10ൻ്റെ 2 പാർട്സുകളുമാണ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് നമ്മൾ നമ്പർ ലൈനിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ 1 2 3 4 കഴിഞ്ഞിട്ട് അടുത്തുള്ള 2 കുഞ്ഞു വരകളെയാണ് നമ്മൾ 1/10ൻ്റെ 2 പാർട്സ് എന്ന് പറയുന്നത്. അതായത് 4 കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ വര, അവിടെയാണ് എന്ത് വരുന്നത്? 4 2 tens വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 42 എന്ന് വായിക്കാൻ പറ്റുമോ? 42 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 40 + 2 ആണ് 42. അതായത് 4 tensഉം 2 യൂണിറ്റ്സും, അതായത് 2 വൺസിനെയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 4 tensഉം 2 യൂണിറ്റ്സും കൂടെ ചേരുന്നതാണ് 42. അപ്പോൾ 42 എന്ന് വെച്ചാൽ എന്താ? 4 tensഉം 2 യൂണിറ്റ്സും. 4 യൂണിറ്റും 2 tensഉം എന്ന് വെച്ചാൽ എന്താ? 4 2 tens. അപ്പോൾ നമുക്ക് 4 2 tenthനെ 42 എന്ന് നമുക്ക് എഴുതാനായിട്ട് കഴിയുമോ? ഇല്ല അല്ലേ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. 42 എന്ന് വെച്ചാൽ 4 tensഉം 2 യൂണിറ്റ്സുമാണ്. 4 2 tens എന്ന് വെച്ചാൽ 4 യൂണിറ്റും 1/10ൻ്റെ 2 പാർട്സുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. സിമിലർലി 705 കുഡ് മീൻ, അതേപോലെ 705 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത് നോക്കിയേ. 700s 0 tens ആൻഡ് 5 ones അല്ലേ. 705 എന്ന് വെച്ചാൽ 700സിൻ്റെ പ്ലേസിലാണ്, 0 tensൻ്റെ പ്ലേസിലാണ്, 5 onesൻ്റെ പ്ലേസിലാണ്. അപ്പോൾ എന്താണ്? 700സും 0 tensഉം 5 onesഉം. ഇനി നോക്കിയേ, 7 tens ആൻഡ് 0 യൂണിറ്റ്സ് ആൻഡ് 5 tens. ഇങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. എന്തുകൊണ്ടാണ്? 700സിൻ്റെ പ്ലേസിലാണ്. 7 tens എന്ന് വെച്ചാൽ എന്താ? 70 ആണ് അല്ലേ. 0 യൂണിറ്റ്സ്, അതായത് വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. ഇനി 5 tens, അപ്പോൾ എന്ത് വരും? 1/10ൻ്റെ 5 പാർട്സ് വരും. ഇനി അടുത്തത് നോക്കിയാൽ 7 യൂണിറ്റ് 0 tens 5 hundreds. ഇതാ ഇങ്ങനെ വരും. ഇതും എന്താവത്തില്ല? 705 ആകത്തില്ല. ഇതിനെ നമുക്ക് 705നെ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി ഈ പറയുന്നത് ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സിൻസ് ദീസ് ആർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് വി നീഡ് ടു ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് വേയ്സ് ഓഫ് റൈറ്റിംഗ് ദം. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് നമുക്ക് ഇത് എഴുതുന്നതിന് എന്ത് വേണം?
ഡിഫറെൻറ്റ് വേയ്സും കൂടെ നമുക്ക് ആവശ്യമാണ്. ടു ഐഡൻറ്റിഫൈ ദ പ്ലേസ് വാല്യൂ വേർ ഇൻറ്റിജേഴ്സ് എൻഡ് ആൻഡ് ദ ഫ്രാക്ഷൻ പാർട്ട് സ്റ്റാർട്ട്. We use a point or period as a separator called a decimal point. അപ്പോൾ നോക്കി ഇവിടെ ഇൻറ്റിജേഴ്സ് എൻഡ് ചെയ്തിട്ട് ഫ്രാക്ഷണൽ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു പീരീഡ് യൂസ് ചെയ്യും. ആ സെപ്പറേറ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെസിമൽ പോയിൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഇൻറ്റിജേഴ്സ് എൻഡ് ചെയ്തിട്ട് ഫ്രാക്ഷണൽ പാർട്ട് അതായത് ഇവിടെയെല്ലാം 70 ഇവിടെ ഇൻറ്റിജറാണ്, പക്ഷേ 5/10 എന്താണ്? ഫ്രാക്ഷൻ ആണ് അല്ലേ? അങ്ങനെ ഫ്രാക്ഷണൽ പാർട്ട് തുടങ്ങുന്നിടത്ത് ഇതിനെ തമ്മിൽ ഇതിൻ്റെ പ്ലേസ് വാല്യൂ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെ നമ്മൾ ഡെസിമൽ പോയിൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് മുകളിൽ കണ്ട ക്വാണ്ടിറ്റിയും അതിൻ്റെ ഡെസിമൽ നൊട്ടേഷൻ എന്താ നമുക്കിവിടെ തന്നിട്ടുണ്ട് നോക്കിയേ. 700s and 5 ones. ടെൻസിൻ്റെ പ്ലേസിൽ 0 ആണ്, അതുകൊണ്ടാണ് അത് എഴുതാഞ്ഞത് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല എന്ന് വെച്ചാൽ 100sഉം 1sഉം വരെയുള്ളൂ അല്ലേ? അതുകൊണ്ടത് 705. അടുത്തത് 7 10s and 5 10s. നിങ്ങൾ വ്യത്യാസം നോക്കുക. TENS ആണ് ഇവിടെ, ഇത് TENTHS. ടെൻസ് എന്ന് വെച്ചാൽ 1/10 ആണ് കേട്ടോ. അപ്പോൾ 7 10s ദാറ്റ് ഈസ് 70, അതായത് 7 × 10 ആണ് 7 10s. ആൻഡ് 5 10s അതായത് 5 × 1/10. അപ്പോൾ ഇവിടെ എന്താണ്? ഇൻറ്റിജറും ഇവിടെ ഫ്രാക്ഷനും അല്ലേ? അപ്പോൾ ഇവിടെ ഇൻറ്റിജർ എൻഡ് ആകുന്നു, ഇവിടെ ഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു പോയിൻ്റ് കൊടുക്കും. അപ്പോൾ 7 10s എന്ന് പറഞ്ഞാൽ 70 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു. ഇനി ഈ 5 10s എന്നുള്ളത് നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് 1/10 എഴുതില്ല, പകരം പോയിൻ്റ് കഴിഞ്ഞിട്ട് ആ 5 മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. അപ്പോൾ 70.5 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടോട്ട് ഇൻറ്റിജേഴ്സും അതായത് ഡെസിമൽ പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സുമാണ് വരിക. അപ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള 5ൻ്റെ അർത്ഥം എന്താ? ഇത് 5/10 ആണ്. ഇനി നോക്കിയാൽ 7 units and 5 hundreds. അപ്പോൾ ഇവിടെ 7 units കൊണ്ട് നമ്മുടെ ഇൻറ്റിജർ കഴിഞ്ഞു. 7 units എന്ന് വെച്ചാൽ 7 × 1 ആണ്. 5 hundreds എന്ന് വെച്ചാൽ 5/100 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻസ് തന്നിട്ടില്ല. ടെൻസ് മീൻസ് TENTHS. ടെൻസ് തന്നിട്ടില്ല, അതിൻ്റെ അർത്ഥം ആ പ്ലേസിൽ 0 ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നോക്കിയാൽ 7 units ഇവിടെ നമ്മുടെ ഇൻറ്റിജേഴ്സ് എൻഡ് ആകുകയാണ്. അപ്പോൾ 7 point ടെൻസിൻ്റെ പ്ലേസ് നമുക്ക് വേണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 0 ഇട്ട് കൊടുത്തു. അടുത്തത് 5 hundreds. അപ്പോൾ നമ്മൾ 5 എഴുതി, 1/100 നമ്മൾ എഴുതില്ല. അപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂസ് എഴുതുമ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ പ്ലേസ് വാല്യൂസ് നമ്മൾ 1s 10s 100s 1000s അങ്ങനെയാണ് പോകുന്നത് അല്ലേ? ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നോക്കിയേ, 1sന് പകരം അവരിവിടെ യൂണിറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ യൂണിറ്റ്സ് 10s 100s ഇങ്ങനെ പോകുന്നു. ഇനി ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 1siൻ്റെ ഇവിടെ നമുക്ക് ഇല്ല. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻസ് തൊട്ടാണ്. അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റിലെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ടെൻസ് ആണ്, അതായത് 1/10. അത് കഴിഞ്ഞ് 1/100 അതാണ് ഹൺഡ്രഡ്സ്. അടുത്തത് വരുവാണെങ്കിൽ 1/1000 അതായത് തൗസൻഡ്സ് എന്ന് വരും കേട്ടോ. അപ്പോൾ പ്ലേസുകൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നോക്കിയേ, പ്ലേസ് വാല്യൂവിൽ എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന്. ഡെസിമൽ നമ്പറിനെ ഇവിടെ നമുക്ക് 700സിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 7 × 100, 0 × 10, 5 × 1. ഇവിടെ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലെ ഫസ്റ്റ് പ്ലേസ് 1s, അടുത്തത് 10s. അപ്പോൾ 7 × 10 ടെൻസിൻ്റെ പ്ലേസിൽ എഴുതി. 0 × 1 ഡെസിമൽ പോയിൻറ്റ്. 5 ടെൻസിൻ്റെ പ്ലേസിലാണ്. സോ 5 × 1/10. അടുത്തത് 7 യൂണിറ്റ് പ്ലേസിലാണ്. അപ്പോൾ അത് യൂണിറ്റിൻ്റെ പ്ലേസിൽ എഴുതി. 0 ടെൻസിൻ്റെ പ്ലേസിലാണ്. 5 ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഈ പ്ലേസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, അടുത്ത സെക്കൻഡ് പ്ലേസ് നമ്പർ ഓഫ് ടെൻസ്, തേർഡ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഹൺഡ്രഡ്സ്. ഇനി റൈറ്റിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് 110s, സെക്കൻഡ് പ്ലേസ് നമ്പർ ഓഫ് 100s, തേർഡ് പ്ലേസ്
എന്ത് വരും? 1000s. അടുത്തത് 10,000s. ഇങ്ങനെ പോകും കേട്ടോ. മനസ്സിലായല്ലോ? Okay, thus decimal notation is a natural extension of the Indian place value system to numbers also having fractional parts. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒരു നാച്ചുറൽ എക്സ്റ്റൻഷനാണ് ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ആസ് 705 means 7 into 100 plus 5 into 1. The number 70.5 means 7 into 10 plus വൺസിൻ്റെ പ്ലേസ് നമുക്കില്ല, പ്ലസ് 5 into 1/10. അടുത്തത് 7.05 മീൻസ് 7 into 1 പ്ലസ് 5 into 100. അപ്പോൾ 0 വരുന്ന പ്ലേസുകൾ നമ്മൾ സാധാരണ എഴുതാറില്ല. പക്ഷേ നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്കിതാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? വൺസിൻ്റെ പ്ലേസ് കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുന്നു. നമുക്കിവിടെ 1/10 ഒരു പ്ലേസ് വേണം, അത് തന്നിട്ടില്ല. തരാത്തത് കൊണ്ട് നിങ്ങൾ 0 ഇട്ടിട്ട് വേണം 5 എഴുതാൻ. അല്ലാതെ നിങ്ങൾ 7.5 എന്ന് എഴുതി വെച്ചാൽ നിങ്ങളുടെ ആൻസർ തെറ്റായിരിക്കും കേട്ടോ. We have seen how to write numbers using the decimal point, but how do we read or say these numbers? We know that 705 is read as 705. അടുത്തത് this is read as 70.5. ഇതിൻ്റെ ഷോർട്ട് ചെയ്ത് നമ്മൾ ദ 70 and 5 tenths എന്നുള്ളതിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് വായിക്കുന്നതാണ് 70.5. ഇതിനെ എങ്ങനെ റീഡ് ചെയ്യും? 7.05. എന്താണ്? 7.05. ഇതെന്താണ്? 0.274. ഇങ്ങനെയാണ് ഇത് റീഡ് ചെയ്യുന്നത്. 0.274. അതായത് 0.274 എന്ന് നമ്മൾ റീഡ് ചെയ്യില്ല, അല്ലെങ്കിൽ 0.274 എന്ന് റീഡ് ചെയ്യില്ല. എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? 0.274 ഇങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കിയേ, മേക്ക് എ പ്ലേസ് വാല്യൂ ടേബിൾ സിമിലർ ടു ദി വൺ എബവ്. റൈറ്റ് ഈച്ച് ക്വാണ്ടിറ്റി ഇൻ ഡെസിമൽ ഫോം ആൻഡ് ഇൻ ടൈംസ് ഓഫ് പ്ലേസ് വാല്യൂ ആൻഡ് റീഡ് ദ നമ്പർ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനൊക്കെ നമ്മൾ ആദ്യം ഡെസിമൽ ഫോമിൽ എഴുതണം, പിന്നെ പ്ലേസ് വാല്യൂവിൻ്റെ ടേംസിൽ എഴുതണം, എന്നിട്ട് നമ്പറിനെ റീഡ് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 ones, 3 tens ആൻഡ് 5 hundreds. അപ്പോൾ നോക്കി, ഇതിനെ നമ്മൾ ആദ്യം ഡെസിമൽ ഫോമിൽ എഴുതണം. 2 ones, 3 tens ആൻഡ് 5 hundreds. അപ്പോൾ ഇവിടെ 2 ones കൊണ്ട് നമ്മുടെ ഇൻറ്റിജർ എന്ത് ചെയ്യണം? എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ 2 എഴുതിയിട്ട് നമ്മൾ പോയിൻ്റ് ഇടുന്നു. 3 tens, അപ്പോൾ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് അടുത്ത പ്ലേസ് ടെൻസിൻ്റെ ആണ്, അടുത്തത് ഹൺഡ്രഡ്സിൻ്റെ ആണ്. അപ്പോൾ 2.35 എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ കൊടുക്കണം അല്ലേ? അപ്പോൾ 2 വൺസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ 2 into 1. അടുത്തത് ഡെസിമൽ പോയിൻ്റ് കൊടുത്തു. ടെൻസിൻ്റെ പ്ലേസിൽ എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ 3 into 1/10. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 5 ഉണ്ട്. അപ്പോൾ 5 into 1/100. തൗസൻഡ്സിൻ്റെ പ്ലേസിലില്ല. ഇതിനെ നമ്പേഴ്സിൽ എങ്ങനെ റീഡ് ചെയ്യാം? 2.35 അങ്ങനെ റീഡ് ചെയ്യാം. 2.35. ഇനി അടുത്തത് രണ്ടാമത്തത് 1 10 ആൻഡ് 5 tens അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കറിയാം ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലോട്ട് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇങ്ങനെയാണ് വരിക. പക്ഷേ ഇവിടെ 110 തന്നിട്ടുള്ളൂ, വൺസിൻ്റെ പ്ലേസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ 10ൻ്റെ പ്ലേസിൽ 1 എഴുതി, വൺസിൻ്റെ പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് 0 എഴുതി. പോയിൻറ്റ് അടുത്ത ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ റൈറ്റിൽ ഫസ്റ്റ് പ്ലേസ് ടെൻസിൻ്റെ തന്നെയാണ്. അപ്പോൾ 5 tens ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 5 എഴുതി. ഇനി ഇവിടെ നമ്മൾ പ്ലേസ് വാല്യൂ എഴുതുമ്പം 110. അപ്പോൾ എന്തെഴുതണം? ടെൻസിൻ്റെ പ്ലേസിൽ വേണം എഴുതാനായിട്ട്. 1 into 10. വൺസിൻ്റെ പ്ലേസിലില്ല, അതുകൊണ്ട് 0 into 1. പോയിൻറ്റ് അടുത്തത് 5 into 1/10. ടെൻസിൻ്റെ പ്ലേസാണ്. 5 into 1/10. എങ്ങനെ റീഡ് ചെയ്യാം? 10.5 എന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കണം കേട്ടോ. അടുത്തത് 4 ones. വൺസിൻ്റെ പ്ലേസാണ്. അപ്പം ഇൻറ്റിജേഴ്സിൻ്റെ ലാസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ 4.6 hundreds.
അപ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ റൈറ്റിൽ ഫസ്റ്റ് പ്ലേസ് ഏതാണ്? ടെൻസിൻ്റെ പ്ലേസ് ആണ്. അവിടെ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്തിടണം? 0 ഇടണം. 600. ഇനി നമ്മൾ പ്ലേസ് വാല്യൂ എഴുതുമ്പോൾ വൺസിൻ്റെ പ്ലേസിലേ ഉള്ളൂ. സോ 4 × 1 പോയിൻറ്റ്. അടുത്ത 0 × 1/10. ടെൻസിൻ്റെ പ്ലേസ് ഇല്ല. സോ 0 × 1/10. ഇനി ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 6 × 1/100. അടുത്തത് 100 11. അപ്പോൾ ഇവിടെ എന്തില്ല? 100 കഴിഞ്ഞാൽ ടെൻസിൻ്റെ പ്ലേസ് ഇല്ല. അപ്പോൾ 100 ടെൻസിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 കൊടുക്കുന്നു. 11 ആൻഡ് 100. അപ്പോൾ ഈ 1ൻ്റെ അവിടെ കൊണ്ട് നമ്മുടെ ഇൻറ്റിജർ കഴിയുന്നു. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇടുന്നു. ഇനി അടുത്ത പ്ലേസ് എന്താ? ടെൻസ് വേണം. പക്ഷേ ടെൻസ് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ 0 ഇടുന്നു. 100. നമ്പർ എന്ത് കിട്ടി? 101.01 എന്ന് കിട്ടി. അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ പ്ലേസ് വാല്യൂ 1 × 100. ടെൻസിൻ്റെ പ്ലേസിലില്ല. അപ്പോൾ 0 × 10. വൺസിൻ്റെ പ്ലേസിൽ 1 × 1 പോയിൻറ്റ്. ടെൻസിൻ്റെ പ്ലേസ് ഇല്ല. സോ 0 × 1/10. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 1 × 1/100. എങ്ങനെ റീഡ് ചെയ്യാം? 101.01 എന്ന് റീഡ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് 800s and 910s അല്ലേ? 800s and 910s. അപ്പോൾ ഇതെങ്ങനെ വരും? അപ്പോൾ നമുക്ക് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് ഫസ്റ്റ് വേണ്ടത് ടെൻസിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എന്തെഴുതാം? 910s + 800s എന്ന് എഴുതാം അല്ലേ? ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ പ്ലേസ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു 0 ഇട്ടിട്ട് നമുക്ക് ഡെസിമൽ പോയിൻ്റ് കൊടുക്കാം. ഇനി 900സിൻ്റെ പ്ലേസിൽ 8 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ വൺസിൻ്റെ പ്ലേസിലൊന്നുമില്ല. അതുകൊണ്ട് 0 × 1 കൊടുക്കാം. ഡെസിമൽ പോയിൻ്റ് ഇടുന്നു. ഇനി 9 ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 9 × 1/10. 8 × 1/100. എങ്ങനെ റീഡ് ചെയ്യാം? 0.98 എന്ന് റീഡ് ചെയ്യാം. ഇനി അടുത്തത് 5/100. അപ്പോൾ എന്ത് വരും? നമുക്കിവിടെ ഇൻറ്റിജേഴ്സ് ഇല്ല. അപ്പോൾ 0.10സിൻ്റെ പ്ലേസ് ഇല്ല. അപ്പോൾ വീണ്ടും 0 കൊടുക്കുന്നു. ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 5 കൊടുക്കുന്നു. മനസ്സിലായല്ലോ എങ്ങനെയാണ് എഴുതുന്നതെന്ന്? 0.05. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. നമ്മൾ ഡെസിമൽ പോയിൻ്റ് കൊടുക്കുന്നു. ഇവിടെ വേണേൽ 0 × 1 എന്ന് വേണമെങ്കിൽ കിട്ടും കേട്ടോ. ഇനി ടെൻസിൻ്റെ പ്ലേസും ഇല്ല. സോ 0 × 1/10. ഇനി ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ് ഉണ്ട്. അപ്പോൾ 5 × 1/100. എങ്ങനെ റീഡ് ചെയ്യാം? 0.05. ഇനി അടുത്തത് 1/10. ഇവിടെ നമുക്ക് വൺസിൻ്റെ പ്ലേസ് ഇല്ല. അപ്പോൾ 0 പോയിൻ്റ് ഇടുന്നു. അത് കഴിഞ്ഞ് അടുത്ത പ്ലേസ് എന്താ വരണ്ടേ? ടെൻസിൻ്റെ പ്ലേസ് തന്നെയാണ് ഉണ്ട്. അപ്പോൾ 0.1. ഇവിടെ നമുക്ക് വൺസിൻ്റെ പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് 0 കൊടുക്കുന്നു. പോയിൻ്റ് ഇടുന്നു. ടെൻസിൻ്റെ പ്ലേസിൽ 1 ഉണ്ട്. അപ്പോൾ 1 × 1/10. എങ്ങനെ റീഡ് ചെയ്യാം? 0.1 എന്ന് റീഡ് ചെയ്യാം. അടുത്തത് 2 100, 4 1/10 and 7 1000. ഇവിടെ നിങ്ങൾ നോക്കിയേ, 2 100 ഉണ്ട്, 4 1/10 അതായത് 4 യൂണിറ്റും 1/10 7 യൂണിറ്റും 7,000 2 യൂണിറ്റും 100 അപ്പോൾ ഇവിടെ ഫുൾ യൂണിറ്റുകൾ എത്ര എണ്ണമുണ്ട്? 2 4 7 ഇങ്ങനെയുണ്ടല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ആദ്യം ടെൻസിൻ്റെ ആണ് വരേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെത് നമ്മൾ ആദ്യം എഴുതുന്നു. 4 അത് കഴിഞ്ഞ് ഹൺഡ്രഡ്സിൻ്റെ വരണം, അത് കഴിഞ്ഞ് 1000ൻ്റെ വരണം. ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നു. പ്ലസ് അടുത്തത് 1/10 പ്ലസ് 1/100 പ്ലസ് 1/1000. 7/1000 ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതിനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 4 + 2 6, 6 + 7 13.117 എന്ന് വരും. 117. 1/10 1 ടൈം ഉണ്ട്, 1/100 1 ടൈം ഉണ്ട്,
1/1000 7 ടൈം ഉണ്ട്. അപ്പോൾ 13.117 എന്ന് വന്നു. ഇനി എനിക്ക് ടെൻസിൻ്റെ പ്ലേസിൽ 1 ഉണ്ട് അല്ലേ. അപ്പോൾ എന്തെഴുതാം? 1 × 10. വൺസിൻ്റെ പ്ലേസിൽ 3 ഉണ്ട്. അപ്പോൾ 3 × 1 പോയിൻറ്റ്. അടുത്തത് ടെൻസിൻ്റെ പ്ലേസിൽ 1 ഉണ്ട്. അപ്പോൾ 1 × 1/10. ടെൻസിൻ്റെ പ്ലേസിലും 1 ഉണ്ട്. സോറി, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിലും 1 ഉണ്ട്. അപ്പോൾ 1 × 1/100. അടുത്ത തൗസൻഡ്സിൻ്റെ പ്ലേസിൽ 7 ഉണ്ട്. അപ്പോൾ 7 × 1/1000. ഇതിനെ എങ്ങനെ റീഡ് ചെയ്യാം? 13.117 എന്ന് നമുക്കിതിനെ റീഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി ബാക്കി പോർഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.